മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി അവറുകളായിരുന്നു അന്ന് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ന് കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും എടുത്തു പറയാൻ കഴിയുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു യൂണിറ്റ് ഈ പ്രദേശത്തു നിന്ന് തന്നെ പണം സമാഹരിച്ചുകൊണ്ട് ഇത്തരം ബൃഹത്തായ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൽ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അദ്ദേഹം വന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അന്ന് ഞങ്ങളുടെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പ്രസിഡന്റ് ഈ കേരള സമൂഹത്താണായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ 3500ഓളം വരുന്ന യൂണിറ്റുകൾ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് ഏകദേശം 500 കോടി രൂപയുടെ വികസന സേവന പ്രവർത്തനങ്ങളാണ് എന്ന്. ആ മാർഗനിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പട്ടാമ്പിയിലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു ആശുപത്രി കെട്ടിടം നിർമ്മിച്ചു നൽകാനുള്ള തീരുമാനമെടുത്തത്. അന്ന് ആ തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങളുടെ യൂണിറ്റിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയുന്നത് ഈ വേളയിൽ പ്രസക്തമാണ്. കാരണം ഞങ്ങളുടെ യൂണിറ്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന പേരിൽ പട്ടാമ്പിയിൽ പ്രവർത്തനം ആരംഭിച്ചത് 2005 ഡിസംബർ മാസം 20-ാം തീയതിയാണ്. ഏകദേശം 2 ആഴ്ചക്കാലം മാത്രം പ്രായമായ ബാല്യ ശൈശവത്തിലെ മുഴുവൻ പോരായ്മകളും നിലനിൽക്കുമ്പോഴാണ് 25 ലക്ഷത്തോളം വരുന്ന സാമ്പത്തിക ബാധ്യത പ്രതീക്ഷിക്കുന്ന ഇത്തരം ഈ ഒരു ആശുപത്രി കെട്ടിടത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചതും അത് പട്ടാമ്പിയിൽ ഞങ്ങൾ വിളംബരം ചെയ്തതും. അന്ന് ഞങ്ങൾ ഈ തീരുമാനമെടുക്കുമ്പോൾ അത് ഒരു എടുത്തുചാട്ടമായിരുന്നു എന്ന് പല ആളുകളും സംശയിക്കുകയുണ്ടായി. എന്നാൽ അത് എടുത്തുചാട്ടമായിരുന്നില്ല. മറിച്ച് വ്യക്തമായ പദ്ധതിയോടും ദിശാബോധത്തോടും കൂടി ഈ പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കച്ചവടക്കാരുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന ആത്മവിശ്വാസവും പട്ടാമ്പിയുടെ പ്രിയപ്പെട്ട MLA CP മുഹമ്മദ്, അതുപോലെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അഹമ്മദ് കുഞ്ഞി, പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രഗത്ഭർ അല്ലെങ്കിൽ സാമൂഹ്യ രംഗ രാഷ്ട്രീയ പ്രതിനിധികളുടെ എല്ലാം തന്നെ